ഒരുമാതിരി സൗ ജനറേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തൻ്റെ ഓഫീസ് പടികളൊക്കെ ഇറങ്ങുന്ന എംബോക്കുകളുണ്ടല്ലോ, കഞ്ഞിക്ക് വകയില്ലാത്ത ലേമാൻ, അവരോട് മതി തൻ്റെ ഈ കളികളൊക്കെ. അല്ലെങ്കിൽ തനിക്കൊരു എല്ല് കൂടുതലാണ്. അതുപോലെ പോലീസുകാർ ഈ കുറ്റവാളികളെ ഇടി കൊടുത്തിട്ട് അവർക്ക് എന്തിനാ അപ്പോൾ അതിൽ ഔഷധമാണല്ലോ. മൊറാർജി ദേശായി കുടിച്ചത് കൊണ്ട് ഔഷധ ഗുണമുണ്ടെന്നും മൊറാർജി ദേശായിക്ക് മുമ്പുള്ള ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ് ലോകമാകെ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ശ്രമം മൂത്രം കുടിക്കണമെന്ന മൂത്ര തെറാപ്പിയെക്കുറിച്ചല്ല, ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി ഇതിനെ കുട്ടികളിൽ കൂടെ അറിവ് കൊടുക്കണമെന്നുള്ള ഭാവമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രേക്ഷകരോട് എനിക്ക് പറയാം, മൂത്രം കുടിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇപ്പോൾ ഡോക്ടറും വേണ്ട, മരുന്നുകടയും വേണ്ട, കൺസൾട്ടിങ് വേണ്ട, പൈസയും വേണ്ട. നിങ്ങളുടെ ശരീരത്തിലുള്ള മൂത്രം നിങ്ങൾ കുടിക്കുക, രക്ഷപ്പെടുക. സ്റ്റേജിലും സ്ക്രീനിലും ഒരുപോലെ ശ്രദ്ധേയനായ അഭിനേതാവ്, ചുറ്റിലും കാണുന്ന സംഭവങ്ങളെ നർമ്മം ചാലിച്ച് കോർത്തിണക്കി ചിരിപ്പിക്കുന്ന ഹാസ്യ സാഹിത്യകാരൻ. ഇത്തരം വിശേഷണങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ കൊല്ലം തുളസി, നമസ്കാരം. ചില ഓർമ്മകൾ ഉള്ളിലൊരു പിടച്ചിലാണെന്ന് പറയാറുണ്ട്. സാർ എഴുതിയത് ഞാൻ എവിടെയോ വായിച്ചു. അമ്മ പറഞ്ഞ വാക്കുകൾ, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, തുളസിയെ കൂടെ കൊണ്ടുപോകുന്നു. അവനോട് ആർക്കും ഇവിടെ ഇഷ്ടമില്ലല്ലോ എന്ന്. കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വേർതിരിവ് തോന്നിയിട്ടുണ്ടോ? അത് ആക്ച്വലി എനിക്കല്ല തോന്നിയിട്ടുള്ളത്. അതെൻ്റെ ആത്മായനം എന്നുള്ള ബുക്കിൽ നിന്ന് വായിച്ചുള്ള അറിവിൽ നിന്നാണ് ചോദിച്ചതെന്ന് പറയും. അതെൻ്റെ അച്ഛൻ 9 സഹോദരിമാരിൽ ഒരു ആൺ സഹോദരനാണ്. അത് ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ ഒരു 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 5 സഹോദരിമാരുടെ ഇടയ്ക്ക് എൻ്റെ അമ്മ വിവാഹിതയായി വീട്ടിൽ വരുമ്പോൾ നാത്തൂൻ പോരെന്നും പറയുന്ന സംഭവം ഉണ്ടല്ലോ. നാത്തൂൻ പോരിന് ഒരാളെ ഉള്ളു, പക്ഷേ അതുകൊണ്ട് പോരെന്ന് പറയാൻ പറ്റില്ല. അപ്പം 5 നാത്തൂന്മാരും മറുവശത്ത് എൻ്റെ പാവപ്പെട്ട എൻ്റെ അമ്മയും. അമ്മ പറഞ്ഞു തന്ന അറിവായിരിക്കും. അല്ല, ഞാൻ കുറ്റുന്ന. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങളുണ്ട്. 5 സഹോദരിമാർ, അച്ഛൻ്റെ സഹോദരിമാർ. അച്ഛനാണെങ്കിൽ സഹോദരിമാരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അമ്മ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഈ 5 സഹോദരിമാരും അച്ഛനെയാണ് സ്നേഹിച്ചിരുന്നത്, അച്ഛനും അങ്ങോട്ടാണ് സ്നേഹിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയൊരു കഥാപാത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളാണല്ലോ, അവർക്കൊരു ചെറിയൊരു കുശുമ്പും പിന്നായ്പൊക്കെ കാണും. അവിടെ ചെറിയ സംഘർഷം ഉണ്ടാകും. അങ്ങനെ മിക്കവരൊക്കെ അച്ഛനും അമ്മയായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അമ്മ ഇവിടുന്ന് പോവും, അമ്മയുടെ വീട്ടിൽ കുടുംബത്തിലേക്ക് പോകും, വീട് വിട്ടിറങ്ങി. അപ്പോൾ എന്നെ വീട് വിട്ടിറങ്ങല്ല, അമ്മയുടെ ഇപ്പോൾ ഈ പിണങ്ങി പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പം എന്നെ കൂടെ അമ്മ കൊണ്ടുപോകും. അമ്മ എന്ന് പറയുന്നത് എനിക്ക് അന്നുപോലെ എൻ്റെ ദൗർബല്യമാണ്. അപ്പോൾ അമ്മയുടെ വാലായിട്ട് ഞാനിങ്ങനെ നടക്കും. ഇപ്പോഴും അങ്ങനെ, ഇപ്പം മരിച്ചെങ്കിലും ഇപ്പോഴും അമ്മയുടെ ചിന്തയാണ് എന്നെ ശക്തിയൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ ജ്യേഷ്ഠനോട് മറ്റേ അച്ഛൻ്റെ സഹോദരിമാർക്കെല്ലാം ഇഷ്ടവും, ഞാൻ അമ്മയുടെ മോൻ എന്നുള്ള രീതിയിൽ കൂടെ എന്നോട് ഒരു അനിഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വെറുക്കപ്പെട്ടവനെന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു അകൽച്ച അനുഭവപ്പെട്ടു ബാല്യത്തിൽ. അതുപോലെ കോളേജ് പഠനകാലത്ത് ഹാഫ് നിക്കർ ഇട്ടിട്ട് കോളേജിലേക്ക് പോയൊരു സംഭവം ഞാൻ വായിക്കുകയുണ്ടായി. അത് സങ്കല്പിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. ഒരു പാന്റ് മേടിച്ചത്, ഒരു വർഷക്കാലം ഒരു പാന്റും ഒരു ടീഷർട്ടും അമ്മ മേടിച്ചു തന്നു പറഞ്ഞിട്ടുണ്ട്. അതിട്ടുകൊണ്ട് ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അങ്ങനെ ഒരുപാട് ദരിദ്രം. പക്ഷെ അതിൻ്റെ സുഖമുണ്ട്, അതിൻ്റെ ഒരു സുഖം, ഇല്ലായ്മയുടെ ഒരു സുഖമുണ്ട്. കാര്യം ഈ വലിയ പോഷായിട്ട് ജീവിക്കുന്നതിനേക്കാൾ വേദം ഇല്ലായ്മയിൽ കൂടെ പോകുന്നതാണ്. അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്. ആ ഇല്ലായ്മയിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു സംഭവം കിട്ടുമ്പം വിശപ്പ് കഴിയുമ്പോൾ, നല്ല വിശപ്പുള്ളപ്പോൾ ഒരു ദോശ കിട്ടിയാലും അത് സംതൃപ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇല്ലായ്മയിൽ നിന്ന് വളർന്നതാണ് ഞാൻ. അപ്പോൾ ഇല്ലായ്മക്കാരുടെ ദുഃഖം എനിക്ക് അന്ന് പോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കാലത്ത് ഒരു കാര്യം. ശരിയാണ്, ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കോളേജിൽ ഒരു ഹാഫ് നിക്കർ ഇട്ട് പോവുക, കൂടെ പഠിക്കുന്നവരൊക്കെ പാൻസിൽ വരിക എന്നുള്ള, അത് ചിന്തിക്കാൻ നടക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ എത്രയോ ബാല്യത്തിൽ ഞാൻ കൂടുതൽ 5ാം ക്ലാസ്സിൽ പഠിക്കും, അന്മയുടെ നാട്ടിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ കൂടുതൽ 1-2 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തൊട്ടപ്പുറം സ്കൂളാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ബസ്സില്ലെങ്കിൽ പറ്റില്ലല്ലോ, ബസ്സില്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല. കോളേജ് പഠനകാലത്തേക്ക് വരാം. കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രണയത്തെക്കുറിച്ചൊന്നും കണ്ടില്ല എവിടെയും ഞാൻ വായിച്ചിട്ട്. ഇല്ല, പ്രണയം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പ്രണയം, മനസ്സിൽ പ്രണയമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു അധ്യാപകനായിരുന്നു. അച്ഛൻ പഠിപ്പിക്കാത്ത കുട്ടികൾ അവിടെ കുറവാണ്. സംസ്കൃത അധ്യാപകനാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ശങ്കേരി സാറിൻ്റെ മോന എന്നുള്ള രീതിയിൽ കൂടെ കാണുന്നത്. ചെറിയ കുഞ്ഞു പ്രണയമൊക്കെ തോന്നും, ബാല്യപ്രണയങ്ങളൊന്നും. അത് സൂക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ബാല്യ പ്രണയത്തുകാരുമായിട്ട് നമ്മൾ ചില ഇടയ്ക്കൊക്കെ ഒന്ന്
ലൈൻ അടിക്കാറുമുണ്ട്. അതൊരു എന്നാലും സുഖമാണ്. ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പ്രണയം ഉണ്ട് എന്ന് അല്ലേ? ഇല്ല, അത് പക്ഷേ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രണയം പറഞ്ഞില്ല എന്ന് പറയുന്നത്, അതും പ്രണയം കൊല്ലം തുളസിയെ പോലെയുള്ള ഒരാള്. അല്ല, കൊല്ലം തുളസിക്ക് എന്താ പ്രത്യേകത? കൊല്ലം തുളസിക്ക് നൊമ്പൊന്നുമില്ല. കൊല്ലം തുളസി ഏറ്റവും നൊമ്പലായ ഒരു മനുഷ്യൻ. ഈ മുഖത്തിൻ്റെ ഒരു ഒരു എന്ത് ഭീകരത കൊണ്ടാണ്, ഗാംഭീര്യം കൊണ്ട്. ഈ കള്ളലുക്കുള്ളത് എനിക്ക് ഈ സിനിമയിലൊക്കെ മന്ത്രിവേഷവും ഈ രാഷ്ട്രീയക്കാരുടെ കപട രാഷ്ട്രീയക്കാരുടെ വേഷം. പ്രേക്ഷകര് ആ ഒരു സിനിമയുടെ തലം വെച്ചിട്ടല്ലേ കാണുന്നത്, അത് അല്ല ഉള്ളിലുള്ള സ്വഭാവത്തെ കുറിച്ച് അറിയണില്ലല്ലോ. പ്രണയത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് വിവാഹമാണ്. അങ്ങനെ ഒരു വിവാഹത്തിൽ എത്തത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് രഹസ്യമായിട്ട് വെച്ചിരുന്നത്. അതിന് ഞാൻ ആദ്യമേ എന്നോട് പ്രണയം തോന്നിയ ഒരു ചെറിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു, പക്ഷെ അത് അത് ഇങ്ങോട്ടായിരുന്നു പ്രണയം. ഇങ്ങോട്ടും ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് മനസ്സിലായി, അത് തുറന്നു പറഞ്ഞില്ല അല്ലേ? പിൽക്കാലത്ത് മനസ്സിലായി, പക്ഷെ ഞാനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. അതിൽ വിഷമമുണ്ടോ? അന്ന് പറഞ്ഞില്ല? ഒരു വിഷമവുമില്ല. ഈ വിഷമിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അർഹതപ്പെട്ട ഒരു വിവാഹമല്ല എനിക്ക് കിട്ടിയത്. നമ്മൾ പലരും നമുക്ക് പാകമല്ലാത്ത ബെൽറ്റാണ് ധരിക്കാറുള്ളത്. അതിൻ്റെ ദുരന്തങ്ങളും ഉണ്ട്, അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരം ദുരന്തങ്ങളും ഗുണങ്ങളും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. സുഖവും ദുഃഖവും ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം? സുഖവും വേണം, സുഖം കൂടിയിരിക്കണം. ഈ സുഖത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട്, ദുഃഖത്തിൽ കൂടെ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അതൊക്കെ എന്താണെന്ന് എന്നോട് ചോദിക്കണം. ഇനി വിവാഹത്തിലേക്ക് വരാം. അവിചാരിതമായാണ് വിജയലക്ഷ്മി മുന്നിലെത്തുന്നത്. പിന്നീട് ഒരു സിനിമയിലെ കഥ പോലെ അത് നീങ്ങുന്നു. ഇപ്പോഴോർക്കുമ്പോൾ എന്താ തോന്നുന്നത്? വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും. അത് ഞാൻ എൻ്റെ കഥകളെല്ലാം ഈ ആത്മായനം എന്ന എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ദുഃഖപൂർണമായ കഥയിലൂടെ ഇനി ഒരു തിരിച്ചുപോകൽ എനിക്ക് ആഗ്രഹമില്ല. കാര്യം അത് എല്ലാവർക്കും പലപ്പോഴായിട്ട് ഞാൻ പല പ്രസിദ്ധീകരണങ്ങളോട് പറയുകയും ഇൻ്റർവ്യൂവിലൊക്കെ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോട്ട്. കാര്യം അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ എൻ്റെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. എനിക്കെതിരെ കേസുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീണ്ടും ഒരു കേസിനുള്ള ഒരു വഴി ഉണ്ടാകട്ടെ. ഇപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഇനിയിപ്പം 76 വയസ്സായി. ക്യാൻസറാണ്, മഹാരോഗങ്ങളുണ്ട്. അല്ല, ക്യാൻസർ എന്ന ഈ രോഗം ശാരീരികമായി തളർത്തി, അതോടൊപ്പം മാനസികമായുള്ള തളർച്ച ഭയങ്കരമായിരുന്നില്ലേ? ജയലക്ഷ്മിയുടെ ഈ ഇറങ്ങിപ്പോക്കും കാര്യങ്ങളും മനസ്സിനെ തളർത്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ല, അത് ഒരിക്കലും ഒരു സ്ത്രീയും ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് എൻ്റെ ഭാര്യ എന്നോട് ചെയ്തത്. കാര്യം ഞാൻ രണ്ടാം കീമോ എടുത്ത് തളർന്ന് അവശനായിട്ട് കിടക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ അവരൊരിക്കലും വന്നിട്ടില്ല. പിന്നീട് ഒരിക്കലും വിളിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നി. എന്നെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എപ്പോഴാണ് ഒരു സഹായം വേണ്ടപ്പോഴാണ് ഞാൻ ഭർത്താവ് രോഗബാധിതനായി തളർന്ന് കിടക്കുമ്പോൾ വലിയൊരു ഭാര്യയുടെ സേവനം വേണ്ടത്, സഹായം വേണ്ടത്, മേൽനോട്ടം വേണ്ടത്. അതില്ലാതെ പോയി മരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു സ്ത്രീയെ എന്താ വിളിക്കേണ്ടത്? ഭാര്യയെന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, സ്വന്തം ജീവിതം ഭാര്യയ്ക്കും 2 മക്കൾക്കും വേണ്ടി മാറ്റിവെച്ചു അല്ലേ? അവരുടെ 2 മക്കൾക്ക്. അത് അവരറിയുന്നില്ല. പക്ഷേ ഒരു കാര്യം, അതിന് മറുവശമുണ്ട്. ആ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. ഇവിടെ അവർ കാരണക്കാരിയല്ല, അവർ നിമിത്തമാകുക. എല്ലാറ്റിനും ഒരു നിമിത്തമുണ്ട്. അത് ഞാൻ ഒട്ടും മറക്കത്തുമില്ല. ഞാനിപ്പോഴും അമ്പലങ്ങളിൽ പോയാൽ അവർ എൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരൊക്കെ ഒരു കാലത്ത് നാശത്തിന് വേണ്ടി. ശരിക്കും പറയുകയാണെങ്കിൽ കൊല്ലം തുളസിയെ ഇപ്പോൾ സിനിമാ പ്രേക്ഷകർ അറിഞ്ഞത് ശരിക്കും വിജയലക്ഷ്മി ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാവാം ഇല്ലേ? ഇല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി എവിടെയെങ്കിലും ഒതുങ്ങി പോവായിരുന്നില്ലേ? അല്ല, അതിനകത്ത് 2 ധ്വനി വരും. അവരാണ് എന്നെ സിനിമാ രംഗത്തേക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അതല്ല, ഒരു നിമിത്തമാകുന്നു. തിരുവനന്തപുരത്ത് ഞാൻ എത്തിപ്പെടുന്നു. ഈ വിവാഹം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നുപെട്ടത്. തിരുവനന്തപുരത്ത് വന്നുപെട്ടതുകൊണ്ടാണ് സാധാരണ അമച്ചൂർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളുമായിട്ടൊക്കെ കൊല്ലത്ത് നടന്നത്. ഞാൻ റേഡിയോ നാടകത്തിലെത്തുന്നു, പിന്നെ ദൂരദർശനിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞാണ് സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറുന്നു, പിന്നെ സിനിമയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഞാൻ പടിപടിയായിട്ട് കയറി എൻ്റെ ഒരു പ്രത്യേകത അറിയാം. ബാക്കി പലർക്കും ഇല്ലാത്തൊരു വലിയ സൗഭാഗ്യം എനിക്കുണ്ട്. ഞാൻ എല്ലാ പടവുകളും കയറിയാണ് സിനിമയിലെത്തിയത്. ക്ലബ്ബ് നാടകം, അമച്ചൂർ നാടകം, പ്രൊഫഷണൽ നാടകം, റേഡിയോ നാടകം, പിന്നെ ദൂരദർശൻ നാടകം, അങ്ങനെ കയറിയാണ് സിനിമയിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ എനിക്കറിയാം. അല്ല, ഒരു നടൻ എന്ന നിലയിൽ പ്രേക്ഷകർ അത്രയും ഇഷ്ടത്തോടെ കൊല്ലം തുളസിയെ കാണുന്നുണ്ട്. ഇഷ്ടത്തോടല്ല, വെറുപ്പോട്. പക്ഷെ ആ വെറുപ്പിനപ്പുറത്തേക്ക് ഒരു ഇഷ്ടമുണ്ട് ഇല്ലേ? കലാകാരനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ കഥാപാത്രങ്ങളുടെ വെറുപ്പ്, ഈ കഥാപാത്രങ്ങളുടെ വെറുപ്പ് എന്നെ പലതായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാര്യം എന്നെ ഒരു വില്ലനായിട്ടും ഒരു വൃത്തികെട്ടവനായിട്ടും ഒക്കെ കണ്ടിട്ട് ഈ ചില പെരുമാറ്റങ്ങൾ പലയിടത്തുമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ
ചില സ്ത്രീകൾ എൻ്റെ പഴയ സ്ത്രീ സീരിയലൊക്കെ കണ്ടിട്ട് ഇയാളെന്തിനാ ഈ ദുഷ്ടനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും, ദേവി ഇയാളെ അനുഗ്രഹിക്കൊന്നും ചെയ്ത് ഇയാൾ ദുഷ്ടനാണ് എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ല, സ്ത്രീയിലേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ സംഭവമാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ രംഗത്ത്. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിന്റെ പേര് അമ്പാട്ട് കൃഷ്ണനുണ്ണി. ഓ, ഇതൊക്കെ എങ്ങനെ ഓർക്കുന്നുണ്ട്, ഇതൊക്കെ പഴയ ഓർമ്മ. അല്ല, സ്ത്രീ എന്നൊരു സീരിയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ഒരു നടനായിട്ട് രൂപാന്തരപ്പെടുത്തിയ ഒരു ഈ സീരിയലാണ്. സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഇപ്പോഴും മലയാള സിനിമ എന്നെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ദി കിങ് എന്ന മമ്മൂട്ടി സിനിമയിലെ ജോൺ വർഗീസ് അല്ലേ ആ കഥാപാത്രം, അതിൽ വളരെ പ്രേക്ഷകരെ വളരെ ആകർഷിച്ച ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ, ഓർമ്മയുണ്ടോ? തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ഞങ്ങളിങ്ങനെ 3-4 പേര്, തലസ്ഥാനത്ത് നിന്നും കോഴിക്കോട് നിന്നും കൊല്ലത്തുനിന്നും ഞങ്ങൾ എത്തിയിട്ടും തന്റെ കളക്ടറുടെ തന്നെ വരാൻ സമയമായില്ല പോലും. ഒരുമാതിരി സൗജന്യറേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസ് പടികളൊക്കെ ഇറങ്ങുന്ന എംബോക്കുകളുണ്ടല്ലോ, കഞ്ഞിക്ക് വകയില്ലാത്ത ലേമാൻ, അവരോട് മതി തന്റെ ഈ കളികളൊക്കെ. അല്ലെങ്കിൽ തനിക്കൊരു എല്ല് കൂടുതലാണ് അന്നത്തെ മമ്മൂട്ടിയോടാണ് ഇങ്ങനെ ഒരു 4 വാക്ക് പറയുന്നത്. കിങ് മാത്രമല്ല, മഹാത്മാരാണ്. ഞാൻ മിക്കവാറും ഈ മന്ത്രി വേഷമാണ് എനിക്ക് കൂടുതലും, മന്ത്രി വേഷനും. പിന്നെ ഞാൻ ഒരുപാട് മന്ത്രി വേഷം ചെയ്തിട്ടുണ്ട്, പിന്നെ രാഷ്ട്രീയക്കാരുടെ വേഷങ്ങൾ. അപ്പോൾ എന്താ കാര്യം, എന്താ എൻ്റെ മുഖത്തൊരു കള്ളലൊക്കെ ഉണ്ട്, അത് സ്വയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ പണ്ട് എനിക്ക് എൻ്റെ മുഖത്തൊരു പരുഷ ലുക്കാണല്ലോ, ഒരു ഫ്രാഡ് ലുക്കാണല്ലോ എന്ന് പലരും പറയുമ്പോഴും അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഞാൻ സൗന്ദര്യം തന്നില്ലല്ലോ, പക്ഷേ അതാണ് എൻ്റെ സൗന്ദര്യം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ആ ഫ്രോഡ് ലുക്കാണ് ശരിക്കും പറഞ്ഞു ജീവിതത്തിൽ പോലും അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. മകള് പോയ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. പിന്നീട് ഒരിക്കലും മകളോട് അത് പറഞ്ഞു തീർക്കാൻ നോക്കിയിട്ടില്ലേ? ഇല്ല, അതൊരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. അത് ഒന്ന് ക്ലിയർ ചെയ്യാമായിരുന്നില്ലേ മകളുടെ അടുത്ത്, അതങ്ങനെ ആയിരുന്നില്ല എന്ന്? അല്ല, അതിന് ഞാൻ ശ്രമിക്കാറ്. എന്തിനാണ് നമ്മൾ, അതായത് വിശ്വാസം നശിക്കാറില്ല, ഒന്നിനൊന്നിന് വളർന്ന് അത് യാഥാർത്ഥ്യത്തെ മറക്കാറേ ഉള്ളൂ. സംശയങ്ങൾ നശിക്കാറില്ല, സംശയം വന്നെന്ന് വളർത്തേ ഉള്ളൂ. സംശയം വളർന്ന് വിശ്വാസത്തെ തകർക്കാറേ ഉള്ളൂ. അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഒരാൾ സംശയം വന്നാലും ഞാൻ ജീവിതത്തിൽ പഠിച്ച് തർക്കിക്കാൻ പോകരുത്. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഒരുപക്ഷെ ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, തർക്കം വന്നു കഴിഞ്ഞാൽ ഒരാളെപ്പോഴും ആ ഭാഗത്ത് തന്നെ നിൽക്കത്തുള്ളൂ. എത്ര വാശിയുടെ ഇപ്പം തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ പറയും പാലക്കാടാണ് എന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ എങ്ങനെ വിശ്വസിപ്പിക്കും? അയാൾ ഇല്ല, എനിക്ക് പാലക്കാടാന്ന് പറയാം, ഞാൻ വിട്ടേക്കുക. അതാണ് ഞാൻ പഠിച്ച പാഠം. യൂറിൻ തെറാപ്പിയുടെ അംബാസിഡർ, ക്യാൻസർ എന്ന രോഗത്തെ മാറ്റി എന്നാണ് പറയുന്നത്. അതിൽ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂറിൻ എന്ന് പറയുന്നത് രക്തത്തിലെ മാലിന്യം, അധിക ദ്രാവകം, ഇലക്ട്രോലൈറ്റുകൾ എന്നിവ വൃക്ക പുറത്തുവിടുന്ന പ്രക്രിയയാണ്. അതെങ്ങനെയാണ് രോഗത്തെ മാറ്റുക? അതൊരു തെറ്റായ പറച്ചിലും തെറ്റായ അറിവുമാണ്. ഈ മൂത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വിസർജ്യ വസ്തുവാണ്. അതെ, അത് അംഗീകരിക്കുന്നു. പക്ഷേ ശരീരത്തിന് വേണ്ടാത്തതല്ലത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ബ്ലഡ്. ഞാൻ പറഞ്ഞുതരാം, അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇത് കേൾക്കുന്ന ഒരുപാട് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർ. അമ്നോയിറ്റിക് ഫ്ലൂയിഡ് എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലൂയിഡിലാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞു വളരുന്നത്. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അമ്മയുടെ രക്തവും കുഞ്ഞിൻ്റെ മൂത്രവുമാണ്. കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുള്ളൂ, കുഞ്ഞ് മല വിടുന്നില്ല, കാര്യം ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ആ മൂത്രവും ഈ ബ്ലഡും കൂടെ ചേർന്നുള്ളതാണ് ഈ ഫ്ലൂയിഡ്, അമ്നോയിറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡിൽ കിടന്നാണ് ഈ കുട്ടി വളരുന്നത്. പൂർത്തിയായി അത്ര മാസങ്ങൾ പൂർത്തിയായി പുറത്ത് വരുന്നവരെ ഈ കുട്ടി വളർന്ന് ഇത് കഴിച്ചാണ്, ഈ മൂത്രമാണ്. അപ്പോൾ അവനൊന്നും കഴിക്കുന്ന ആഹാരം അതാണ്. പിന്നെ അതെങ്ങനെ മാലിന്യമാവും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ കുട്ടി പുറത്ത് വരുന്നവരെ കുട്ടിക്ക് രോഗമൊന്നുമില്ല, ഒരു രോഗമില്ല. കാര്യം അവൻ്റെ മൂത്രം അവൻ തന്നെ കുടിക്കുന്നു. ആ മൂത്രത്തിൽ കിടന്ന് കളിക്കുക, മൂത്രത്തിൽ കിടന്ന് ഉരുളുക. മൂത്രം അവൻ ശ്വസിക്കുന്നു, മൂക്കിൽ കൂടെ വലിക്കുന്നു, ചെവി കൂടെ വലിക്കുന്നു, കിടന്ന് ഉരുളുകയാണ്. അവന് ഈ ഒരു അസുഖമില്ല. വെടിസ്ഥാനമായിട്ട് അതാണ് മനസ്സിലാക്കുന്നത്. മൂത്രം വൃക്കകളിൽ കൂടെ പോകുന്നു, ശുദ്ധീകരിക്കുന്നു, കിഡ്നികളിലൂടെ പോകുന്നു, ശുദ്ധീകരിക്കുന്നു. ഇതെല്ലാം ശുദ്ധീകരിച്ച് അവസാനം വരുന്ന അധിക ബ്ലഡ് ഉണ്ടല്ലോ, അതാണ് ഈ മൂത്രം എന്ന് പറയുന്നത്. എല്ലാം കൂടെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന സകല ഗുണങ്ങളും, സകല മൂലകങ്ങളും, സകല ധാതുലവണങ്ങളും, വൈറ്റമിൻസ് ആണ് എല്ലാം ഈ മൂത്രത്തിലുണ്ട്. ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ 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 സംഭവങ്ങളെന്ന് പറഞ്ഞാൽ
ഇത് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ് ലോകമാകെ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ശ്രമം മൂത്രം കുടിക്കണമെന്ന മൂത്ര തെറാപ്പിയെക്കുറിച്ചല്ല, ഇത് പാഠപുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്തി ഇതിനെ കുട്ടികളിൽ കൂടെ അറിവ് കൊടുക്കണമെന്നുള്ള ഭാവമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മൊറാർജി ദേശായി നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് കൊല്ലം തുളസി യൂറിൻ തെറാപ്പിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനോ യോജിക്കാനോ പറ്റിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊല്ലം തുളസി തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ധൈര്യ തെറാപ്പിയാണ്, യൂറിൻ തെറാപ്പി ഒരു ധൈര്യ തെറാപ്പി. ഒരിക്കലും ഞാൻ അതല്ല പറഞ്ഞു. അതൊരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ക്യാൻസർ മാറിയത് യൂറിൻ തെറാപ്പി കൊണ്ടാണ്. അല്ല, ക്യാൻസർ ഞാൻ ചികിത്സിച്ചത് കീമോതെറാപ്പിയോടൊപ്പം ധൈര്യോതെറാപ്പിയും കൂടെ കൊടുത്തതാണ്. രണ്ടും കൂടി ചേർന്നപ്പോഴാണ്. കീമോതെറാപ്പിയോടൊപ്പം ധൈര്യോതെറാപ്പിയുടെ മനധൈര്യമാണ് ക്യാൻസറിൻ്റെ ഏറ്റവും നല്ല ആയുധം, നല്ല മരുന്ന്. എനിക്കിപ്പോൾ 76 കിടക്കുകയാണ്. ഇനി അതിനെ ഒരു 10-25 കൊല്ലം കൂടി ഇരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സ്വയം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. വിരോധമൊന്നുമില്ലല്ലേ? ഒരു വിരോധവും ഇല്ല. എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഈ 26 എന്ന് പറയുമ്പോൾ 100 അടിക്കണമെന്നല്ലേ? 100 സെഞ്ചുറി അടിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ദൈവം, ഞങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത്ര ദേഷ്യമുണ്ടോ എന്നോട്? ഇല്ല. അല്ല, അത് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അത് ആത്മധൈര്യമാണ്. അപ്പോൾ ഈ യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഇത്തരം അസുഖങ്ങൾക്കെല്ലാം പ്രതിവിധിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ചെവി ഒന്ന് വേദനിച്ചാൽ നിങ്ങൾ 2 തുള്ളി ഈ യൂറിൻ ഒന്ന് ഒഴിച്ചു നോക്കുക. നമ്മൾ സാധാരണ ഉപ്പ് വെള്ളമാണ് ഉപയോഗിക്കുക അല്ലേ? അതുപോലെ ഇതൊന്ന് ഒഴിച്ച് നോക്കണം, വെറുതെ നോക്കണം. മൂക്കിൽ വേദന വന്ന് ഒഴിക്കണം, മൂക്കടഞ്ഞ് മൂക്ക് എല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു കയറണം. തൊണ്ടയ്ക്ക് വേദന വന്ന് നിങ്ങൾ മൂത്രം ഒഴിച്ച് ഗാർഗിളിങ് ചെയ്തു കൊടുക്കും. ഇതൊക്കെ വെറുതെ ഉള്ളേ. നിങ്ങളുടെ കൈ ഒന്ന് മുറിഞ്ഞ് മൂത്രം ഒഴിച്ച് നോക്കും. ഒരു വ്രണം വന്ന് മൂത്രം ഒഴിച്ച് നോക്കണം. പണ്ടൊക്കെ ആളുകൾ, ഞാൻ കണ്ടു, എൻ്റെ അപ്പൂപ്പനൊക്കെ കൈയോ കാലോ മുറിഞ്ഞാൽ അപ്പം തന്നെ മൂത്രം ഒഴിക്കും. തീർന്നു. അതുപോലെ പോലീസുകാർ ഈ കുറ്റവാളികളെ ഇടി കൊടുത്തിട്ട് അവർ എന്തിനാ ആ ഇടി കൊടുത്തത് അറിയാണ്ടിരിക്കാൻ? അപ്പോൾ അതിൽ ഔഷധമാണല്ലോ. മൊറാർജി ദേശായി കുടിച്ചത് കൊണ്ട് ഔഷധ ഗുണമുണ്ടെന്നും, മൊറാർജി ദേശായിക്ക് മുമ്പുള്ള ഇവിടെ ഒരുപാട് പേരുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ അതൊരു വളരെ ആകാംക്ഷയോടെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ അത്ഭുതത്തോടെ ഇത് കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ പ്രായം കഴിഞ്ഞ് ഇവിടെ എത്തി നോക്കുമ്പോൾ കൊല്ലം തുളസിയും അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ട്. അതായത് ഹിന്ദു പുരാണത്തെ, ഹിന്ദു മിത്തോളജി എന്ന് വേണമെങ്കിൽ വിശ്വസിച്ചു. സാക്ഷാൽ പരമശിവൻ എൻ്റെ സഹധർമ്മിണി പാർവതി ദേവി, നമുക്ക് ദേവനും ദേവിയാണ്. ദേവി ഒരു വണ്ണം ഭഗവാനോട് ചോദിച്ചു, അങ്ങയ്ക്ക് എന്നിട്ട് സൗന്ദര്യ രഹസ്യം എന്താണ്? അങ്ങയ്ക്ക് സാധാരണ അസുഖങ്ങളൊന്നും വരാറില്ല, സാധാരണ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞ് ശിവാംബു എന്ന് പറഞ്ഞാൽ ശിവൻ്റെ മൂത്രമൊന്നല്ല, ശിവാംബുവിൻ്റെ മൂത്രം ഞാൻ അത് കഴിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞായിരുന്നു. പുരാണങ്ങളിൽ തന്നെ ഉണ്ട് യൂറിൻ തെറാപ്പി. ബൈബിളിലുണ്ട്. നിങ്ങളുടെ ജലാശയത്തിൽ വെള്ളം നിങ്ങൾ തന്നെ പാനം ചെയ്യൂ. ജലാശയം എന്ന് പറഞ്ഞാൽ ഈ മൂത്രസഞ്ചിയാണ്. അതങ്ങനെയല്ല വർഷം വരത്തുള്ളൂ. അത് പച്ചയായിട്ട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ ഇതിൽ തന്നെ മുസ്ലിമിൻ്റെ ഹദീസിൽ പറയുന്നുണ്ട്. അത് പണ്ട് മുഹമ്മദ് നബി ഒരു ദിവസം, മുഹമ്മദ് നബിയുടെ ഒരു പരിചാരയ്ക്ക് ഒരു വയറുവേദന വന്നപ്പോൾ അവരറിയാതെ മൂത്രം എടുത്ത് കുടിച്ചു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, പരവേശം കൊണ്ട് മൂത്രം എടുത്ത് കുടിച്ചു, അസുഖം മാറി. അപ്പോൾ നബി തിരുമേനിയോട് ചോദിച്ചു, ഇങ്ങനെ ഞാൻ ചെയ്തു, ഒരു തെറ്റുമില്ല, അത് ഔഷധമാണെങ്കിൽ ഉപയോഗിച്ചാണോ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ 76 വയസ്സ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ മൂത്രത്തിൻ്റെ ബലം കൊണ്ടാണ്. അതാണ് നിങ്ങൾ മൂത്രം കുടിക്കൂ, നിങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞോളൂ. അത് പ്രേക്ഷകരോട് എനിക്ക് പറയാം, മൂത്രം കുടിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇപ്പോൾ ഡോക്ടറും വേണ്ട, മരുന്നുകളുടെയും വേണ്ട, കൺസൾട്ടിങ് വേണ്ട, പൈസയും വേണ്ട. നിങ്ങളുടെ ശരീരത്തിലുള്ള മൂത്രം നിങ്ങൾ കുടിക്കുക, രക്ഷപ്പെടുക. ജീവിതം ധന്യമായിരിക്കട്ടെ.